നമസ്കാരം. ഇൻസ്റ്റാഗ്രാമിൽ അയാൾ കുറിച്ചത് പ്രായത്തുവില്ലെന്ന ഹീറോയിസം വന്ന കയ്യിൽ വടിവാളുമായി ധൈര്യമുണ്ടെങ്കിൽ വന്ന് കൊല്ലട എന്ന് ശത്രുക്കളെ വെല്ലുവിളിച്ചു. ആയിരങ്ങൾ ആ വീഡിയോ കണ്ട് കയ്യുമടിച്ചു. പക്ഷേ കരുനാഗപ്പള്ളിയിലെ ആ നിർമ്മാണ കുഴിയിൽ അയാൾ അവസാനമായി കരഞ്ഞു പറഞ്ഞത് കൊല്ലല്ലേ, നമുക്ക് പറഞ്ഞു തീർക്കാമെന്നാണ്. സിനിമയെ വെല്ലുന്ന ആവേശം റീൽസിൽ മാത്രം ഒതുങ്ങിപ്പോയ അലുവ അതുലിന്റെ കഥ. അലുവ അതുൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഹീറോയായിരുന്നു. ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിട്ടും യുവാക്കൾക്കിടയിൽ ഇയാൾക്ക് വലിയൊരു ഫോളോയിങ് ഉണ്ടായി. പകരം വീട്ടുവാൻ നടക്കുന്നവരോട് പറയാനുള്ളത് എന്ന ടൈറ്റിൽ ഇയാൾ പോസ്റ്റ് ചെയ്ത വീഡിയോകൾക്ക് ലക്ഷക്കണക്കിന് വ്യൂസാണ് കിട്ടിയത്. ജിം സന്തോഷ് വധക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം നടത്തിയ ആ രംഗണ്ണൻ സ്റ്റൈൽ വെല്ലുവിളികൾ, ആരെയും പേടിയില്ലാത്ത ഗുണ്ടാ നേതാവ് എന്ന ഇമേജ് അയാൾ സോഷ്യൽ മീഡിയയിൽ കെട്ടിപ്പടുത്തു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സ്റ്റേഷനിൽ ഒപ്പിട്ട് കൃത്യം 17 മിനിറ്റ് ഹരിയാന രജിസ്ട്രേഷൻ ഇന്നോവ അയാളെ പിന്തുടർന്നു. കാറിനുള്ളിൽ കാൽ കുടുങ്ങി പുറത്തിറങ്ങുവാൻ കഴിയാതെ പിടഞ്ഞപ്പോൾ അതുൽ വെറും ഒരു സാധാരണ മനുഷ്യനായി മാറി. അന്ന് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ആ പഴയ മാസമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നെ വിടൂ, പറഞ്ഞു തീർക്കാമെന്ന് അയാൾ കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ തലക്കേറ്റ ആഴത്തിലുള്ള മുറിവുകൾ ആ ജീവിതം അവസാനിപ്പിച്ചു. മരണത്തിന് പിന്നാലെ അതുലിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഇപ്പോൾ പരിഹാസത്തിന്റെ കേന്ദ്രമായി മാറുകയാണ്. ഇതാണോ നിന്റെ ഹീറോയിസം എന്ന ചോദിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കമന്റുകൾ. ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെ അനാഥനാക്കി, ഒരു യുവതിയെ ഈ പ്രായത്തിൽ വിധവയാക്കി. എന്തിനാണ് ഇങ്ങനെ ഒരാളെ ചേച്ചി തിരഞ്ഞെടുത്തത് എന്ന ചോദ്യമൊക്കെ ഒരു കുടുംബത്തിന് നേരെ ഉയരുന്ന ക്രൂരമായ ആക്രമണമായി മാറുകയാണ്. ആവേശം കാണിച്ചു വാളെടുക്കുന്നവൻ ബാക്കി വെച്ചു പോകുന്നത് സ്വന്തം കുടുംബത്തിന് നേരെ ഉയർന്ന ഇത്തരം വിരൽ ചൂണ്ടലുകൾ മാത്രമാണ്. ജിം സന്തോഷിനെ കൊന്നപ്പോൾ ആവേശമായിരുന്നു. പക്ഷേ അതിന്റെ തിരിച്ചടി ഒരു വർഷത്തിന് ശേഷം എത്തിയത് മരണമായിട്ടാണ്. 12 മണിക്കൂറിനുള്ളിൽ 8 പ്രതികളെയും പോലീസ് പൂട്ടിയെങ്കിലും പോയ ജീവൻ തിരിച്ചു വരില്ല. റീൽസിൽ കാണുന്ന മാസ് ജീവിതത്തിലില്ലെന്ന് ഈ ചോരപ്പാടുകൾ തെളിയിക്കുന്നു. വാളെടുക്കുന്നവൻ വാളാൽ തന്നെ ഒടുങ്ങും. കൂടെ നിൽക്കുന്നവൻ ചിലപ്പോൾ പണി തരും. സമാധാനമാണ് വലുത്. ഹീറോയിസം ഇൻസ്റ്റാഗ്രാമിലെ അക്ഷരങ്ങളിൽ മാത്രം ഒതുങ്ങുമ്പോൾ ബാക്കിയാകുന്നത് ഒരു വീട്ടിലെ കരച്ചിലും ഒരു നാടിന്റെ ഭീതി മാത്രമാണ്. റീൽസിലെ തലൈവന്മാരോട് ഒന്നേ പറയാനുള്ളൂ: ആരും വലിയവനുമല്ല ചെറിയവനുമല്ല. ആരെ കൊണ്ടും ഒരാളെ തീർക്കാൻ പറ്റും. പക്ഷേ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പണിക്ക് ഇറങ്ങില്ല. ജീവിതം കുറച്ചേ ഉള്ളൂ. വായ്ക്ക് രുചിയുള്ളത് കഴിച്ച് കുടുംബമായി ഹാപ്പിയായി ഇരിക്കുക. ഈഗോയും ഹീറോയിസവും കാണിക്കുവാൻ ഇറങ്ങിയാൽ ഒടുവിൽ ബാക്കിയാകുന്നത് ഇത്തരത്തിൽ രക്തം തൂവിയ ഒരു റോഡും കണ്ണു നനയ്ക്കുന്ന ഓർമ്മകളും മാത്രമായിരിക്കുമെന്നാണ് കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നത്. അതുൽ പോയി, പക്ഷേ അയാൾ ബാക്കി വെച്ചു പോയത് വലിയൊരു ചോദ്യചിഹ്നമാണ്. സോഷ്യൽ മീഡിയയിൽ അയാൾക്ക് വേണ്ടി കൈയടിച്ചവരാരും ഇന്ന് അയാളുടെ കുടുംബത്തെ സഹായിക്കാനില്ല. പകരം എന്തിനാണ് ഇത്തരക്കാരെ സ്നേഹിക്കുന്നത് എന്ന പരിഹാസം മാത്രം. അതുലിന്റെ പഴയ ആ റീൽ ധൈര്യമുണ്ടെങ്കിൽ വന്ന് കൊല്ലട, ഇതിന് താഴെ ഇപ്പോൾ വരുന്നത് കമന്റുകൾ ക്രൂരമാണ്. ചാകാൻ നേരത്ത് പേടിയുണ്ടല്ലേ? മകൻ അച്ഛനില്ലാതെ വളരട്ടെ, നീ ഇരന്നു വാങ്ങിയതാണിത്. മാസു കാണിച്ചു നടന്ന ഒരു യുവാവിന്റെ കുടുംബം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ഈ പരിഹാസങ്ങളാണ്. കൊല്ലപ്പെടുന്നതിന് മുൻപായി രംഗണ്ണൻ സ്റ്റൈൽ വെല്ലുവിളി. ജാമ്യത്തിലിറങ്ങിയ അലുവ അതുലിന്റെ റീൽസിന് മികച്ച സ്വീകരണമാണ് കിട്ടിയത്. ധൈര്യമുണ്ടെങ്കിൽ വന്ന് കൊല്ലട എന്നായിരുന്നു ആ വെല്ലുവിളി. ആ വീഡിയോ കണ്ടാൽ നമ്മൾ തന്നെ ചോദിക്കും, ഒരു ഗുണ്ടാ നേതാവിന് ഇത്രയേറെ സപ്പോർട്ടോ? പകരം വീട്ടാൻ നടക്കുന്നവരോട് പറയാനുള്ളത് എന്ന ടൈറ്റിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത അലുവ അതുലിന്റെ മാസ് റീലിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലഭ്യമല്ല. ഈ റീലിന് താഴെ വന്ന കമന്റുകളുടെ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നുണ്ട്. കൊല്ലത്ത് ഗുണ്ടാ നേതാവ് അലുവ അഖിലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുവാനെത്തിയ 4 പ്രതികളെയും പിടികൂടിയത് സിനിമാ സ്റ്റൈലിലാണ്. കൃത്യം നടത്തിയ ശേഷം കാറിൽ രക്ഷപ്പെട്ട സംഘം രാത്രി 8 മണിയോടെയാണ് കോട്ടയം ജില്ലയിൽ പ്രവേശിച്ചത്. മണിമല വഴി കറുകച്ചാൽ എത്തി പോലീസിനെ വെട്ടിച്ച് ചുറ്റിത്തിരിഞ്ഞതായിരുന്നു ഇവരുടെ യാത്ര. ലക്ഷ്യം അതിർത്തി കടന്ന് തമിഴ്നാട്. എന്നാൽ കോട്ടയം ജില്ലാ അതിർത്തി കടത്തിവിടില്ലെന്ന് പോലീസ് ഉറപ്പിച്ചതോടെ അർദ്ധരാത്രി ചേസ് അറസ്റ്റ്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പഴുതുകൾ അടച്ച് സേനാ വിന്യാസം. ഇതോടെ കാഞ്ഞിരപ്പള്ളി 26-ാം മൈൽ കവലയുടെ സമീപം സംഘം പോലീസിന് മുന്നിൽപ്പെട്ടു. പക്ഷെ പിടികൂടാനായില്ല. തുടർന്ന് മുണ്ടക്കയം ബൈപ്പാസ് റോഡിൽ പോലീസ് ഇവർക്ക് കെണിവച്ചെങ്കിലും ഇവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ദേശീയ പാതയിലേക്ക് കയറാതെ പൂഞ്ഞാർ എരുമേലി സംസ്ഥാന പാതയിലായി പിന്നെ യാത്ര.
ടൗണിന് 1 കിലോമീറ്റർ അകലെ പുത്തൻചന്തയിൽ പിക്കപ്പ് ലോറി വിലങ്ങി വാഹനം തടഞ്ഞു നിർത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇവിടെ നിന്നാണ് ഇവർ എരുമേലി റൂട്ടിലേക്ക് പോയത്. മുണ്ടക്കയത്ത് നിന്നും 4 കിലോമീറ്റർ അകലെ അമരാവതി കവലയിലെത്തി പോലീസിനെ വെട്ടിക്കുവാൻ ഇടത്തേക്കുള്ള പുഞ്ചവയൽ റോഡിലൂടെ കയറി. തമിഴ്നാട് റോഡിലേക്കുള്ള ഗൂഗിൾ മാപ്പ് നോക്കിയായിരിക്കാം യാത്രയെന്ന് ഊഹിച്ച പോലീസ് എല്ലാ വഴികളിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഇതിനോടകം തന്നെ പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ പ്രദേശത്തെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു. ഇതോടെ നാട്ടുകാരും ഇറങ്ങി. അമരാവതി പുഞ്ചവയൽ റൂട്ടിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ മുരിക്കുംപുഴ സ്കൂൾ ഭാഗത്തേക്കുള്ള ചെറിയ റോഡിൽ വാഹനവുമായി പ്രതികളെത്തിയതോടെ പെട്ടു. പരിചയമില്ലാത്ത റോഡിൽ കുടുങ്ങി. കാറ് വരുന്നത് കണ്ട് നാട്ടുകാർ ഓടിയെത്തി ഇവരെ തടഞ്ഞു വെക്കുകയും ചെയ്തു. പിന്നാലെ പോലീസ് എത്തി 4 പ്രതികളെയും സംഭവസ്ഥലത്ത് നിന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പ്രധാന റോഡിലേക്ക് കയറ്റി കൊണ്ടുവരികയും ചെയ്തു. അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാനുള്ള പ്രതികളുടെ നീക്കങ്ങളാണ് രാത്രി പോലീസിന്റെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തകർന്നടിഞ്ഞത്. നാടിനെ നടുക്കിയ കരുനാഗപ്പള്ളി കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത് 6 പേരാണ്. അനീർ, ഷംനാദ്, വിഷ്ണു, ഹുസൈൻ, ആഷിഖ്, നൌഫൽ. ഇക്കൂട്ടത്തിൽ ഏറ്റവും അപകടകാരിയെന്ന് നാട്ടുകാരും ഗുണ്ടാ സംഘങ്ങളും പറയുന്നത് വിഷ്ണുവിനെയാണ്. 29കാരനായ വിഷ്ണുവിനെ ബ്ലാക്ക് വിഷ്ണു എന്നാണ് വിളിക്കുന്നത്. അങ്ങേയറ്റം ക്രൂരമായ മർദ്ദന മുറയാണ് വിഷ്ണുവിന്റെ പ്രത്യേകത. ആരെ ആക്രമിച്ചാലും ആദ്യത്തെ പ്രഹരം കാലിലായിരിക്കും. ഇര ഓടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കരടിയും ഇരയുടെ കാലിലാണ് ആദ്യം പിടിക്കുക. ഇതിന്റെ സമാനതകൾ കണക്കിലെടുത്താണ് വിഷ്ണുവിന് ബ്ലാക്ക് വിഷ്ണു എന്ന പേര് വീണത്. വാളുകൊണ്ട് എല്ലുമുറിയുന്ന രീതിയിലാണ് വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നത്. കൊല്ലപ്പെട്ട അതുലും സമാനമായ ക്രൂരമർദ്ദനങ്ങൾക്ക് പേരുകെട്ട ആൾ തന്നെ. രക്തം കണ്ടാൽ ആനന്ദിക്കുന്നവനെന്നാണ് ഗുണ്ടാ സംഘങ്ങൾ അതുലിനെയും വിളിച്ചിരുന്നത്. പകരം വീട്ടാൻ നടക്കുന്നവരോട് പറയാനുള്ളത് എന്ന ടൈറ്റിൽ കൊല്ലപ്പെട്ട അതുൽ മുൻപ് പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം റീലുകളാണ് ഈ കൊലയാളി സംഘത്തിന് അതുലിനോടുള്ള കലിപ്പ് മൂർപ്പിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് ജിം സന്തോഷിന്റെ കൂട്ടുകാരൻ അസീമിനെ പങ്കജ് എന്നയാൾ മർദ്ദിച്ചതോടെയാണ് ഈ ഗുണ്ടാപ്പകയുടെ തുടക്കം. ഇത് ചോദ്യം ചെയ്ത ജിം സന്തോഷ് പരസ്യമായി പങ്കജിനെ വിരട്ടി. അപമാനം കനലായി സൂക്ഷിച്ച പങ്കജ് പിന്നീട് സനോഷിനെ വെട്ടി പരിക്കേൽപ്പിച്ചു. തിരിച്ചും ആക്രമണമുണ്ടായതോടെ സോഷ്യൽ മീഡിയയിൽ കൊലവിളികൾ ആളിപ്പടർന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് അലുവ അതുലിനെ പങ്കജ് കൊട്ടേഷൻ നൽകുന്നതും 2024 മാർച്ചിൽ സന്തോഷിനെ സ്വന്തം വീട്ടിൽ അമ്മയുടെ മുന്നിലിട്ട് അതുലും സംഘവും കൊലപ്പെടുത്തുന്നത്. ഇപ്പോൾ പിടിയിലായവരിൽ ഒരാളായ ഹുസൈനെ വർഷങ്ങൾക്ക് മുൻപ് അതുൽ ആക്രമിച്ചിരുന്നു. പ്രതികളുടെ സുഹൃത്ത് അനീറിനെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതിന്റെ വൈരാഗ്യമാണ് ഇപ്പോഴുള്ള കൊലപാതകത്തിന് കാരണം. ജിം സന്തോഷിനെ കൊന്നപ്പോൾ അതുൽ ജയിച്ചെന്ന് കരുതി. ഇന്ന് അതുലിനെ കൊന്നപ്പോൾ ആ 8 പേരും ജയിച്ചു എന്ന് കരുതിയിട്ടുണ്ടാകാം. പക്ഷേ സത്യം മറ്റൊന്നാണ്. എല്ലാവരും തോറ്റുപോയിരിക്കുന്നു. അഴിക്കുള്ളിലായ 8 പേരുടെ കുടുംബങ്ങളും മണ്ണടിഞ്ഞ അതുലിന്റെ കുടുംബവും ഒരുപോലെ തകർന്നു. പകയുടെ പേരിൽ ഒരു ജീവനെടുത്താൽ ആരുടെയും ജീവിതം ജയിക്കുന്നില്ല. ബാക്കിയാകുന്നത് പോലീസിന്റെ FIR റിപ്പോർട്ടുകളും കണ്ണു നനയ്ക്കുന്ന ഓർമ്മകളും മാത്രം. ആരും വലിയവനുമല്ല ചെറിയവനുമല്ല. ആരെക്കൊണ്ടും ഒരാളെ തീർക്കാൻ പറ്റും. പക്ഷേ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പണിക്ക് ഇറങ്ങില്ല. ജീവിതം കുറച്ചേ ഉള്ളൂ. നല്ല യാത്രകൾ ചെയ്ത് കുടുംബമായി ഹാപ്പിയായിരിക്കുക. സമാധാനമാണ് വലുത്. 17 മിനിറ്റിലെ ആ പകയുടെ കഥയാണ് ഇവിടെ അവസാനിക്കുന്നത്. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള റീൽസ് ഗുണ്ടകൾക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. ജീവിതം സിനിമയല്ല.